എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്കൊരു പുതിയൊരു വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നൂറ്റാണ്ടുകളായി ക്രൈസ്തവ മത പണ്ഡിതന്മാർ അന്നും ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, 666 എന്നുള്ള സംഖ്യയെക്കുറിച്ചാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, അത് എന്നാണ് ആരംഭിച്ചത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു വേദത്തിൽ കൂടെ ഒരു പര്യടനം നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. നൂറ്റാണ്ടുകളായി പലരും ഇതിന് പല വിധമായ അഭിപ്രായങ്ങൾ കണ്ടെത്തിയിട്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കണ്ടെത്തിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും വേദപുസ്തകത്തിന് നിരക്കുന്ന വിധത്തിൽ അല്ല എന്നുള്ളതാണ് നമ്മൾ ഒരു പുതിയ ചിന്തയിലേക്ക് തിരിയുവാൻ ഇടയാക്കിയ സാഹചര്യം. 666 എന്നുള്ള ആ പ്രസ്ഥാനം എവിടെയാണ് ആരംഭിച്ചത് എന്ന് കണ്ടെത്തുക എന്നുള്ളത്. അതിനു മുമ്പായിട്ട് ഈ 6ൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 6 6 6 അങ്ങനെയാണ് 666. ഇതൊരു മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഖ്യയ്ക്ക് പല ഭാഗങ്ങളിലും അതിനെക്കുറിച്ച് വേദപുസ്തകം പറയാം. 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പിന്നെ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി. അതിന് 60 മുഴം ഉയരം, 6 മുഴം വണ്ണം ഉണ്ടായിരുന്നെന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയും. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു ഫെലിസ്ത്യനായ യോദ്ധാവിൻ്റെ കൈകൾക്കും കാലുകൾക്കും 6 വിരൽ വീതം, അങ്ങനെ 24 വിരൽ ഉണ്ട് എന്ന് പറയുന്നു. ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനകൾ, ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടും 6 കൽപ്പനകൾ മനുഷ്യനോടും പാലിക്കേണ്ടതായിട്ടാണ് അവിടെ ഒരു 6 കാണുവാൻ. ഇസ്രായേൽ കനാൻ ദേശത്ത് വന്നതിൻ്റെ ശേഷം അവർ 6 വർഷം തുടർച്ചയായി കൃഷി ചെയ്യുകയും 7-ാമത്തെ വർഷം നിലം തരിശായി ഇടണം, അത് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത് എന്ന് ദൈവം പറയാം. അപ്പം അങ്ങനെ 6കളെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നു. ശലോമോന് ഒരാണ്ടിൽ വന്നെത്തിയിരുന്ന സ്വർണത്തിൻ്റെ തൂക്കം 666 താലന്താണെന്ന് പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചേ. ദിനവൃത്താന്തത്തിലാണ് അതിനെക്കുറിച്ച്. 2 ദിനവൃത്താന്തം 9:13. സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ ശലോമോന് ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിന്റെ തൂക്കം 666 താലന്തായിരുന്നു. അപ്പോൾ മറ്റൊരു 666 വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട അതും പറയുന്നു. ശലോമോന് ആണ്ടിൽ വന്നിരുന്ന പൊന്നിൻ്റെ തൂക്കം. അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്കിതൊരു മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് സ്ഥാപിക്കാൻ. ഇനി നമ്മൾ ഈ 666 എങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ള വിഷയത്തിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ
7-ാം അധ്യായത്തിൽ 4 മൃഗങ്ങളെക്കുറിച്ച് ദാനിയേൽ ദർശനം കാണും. അതിൽ 4-ാമത്തെ മൃഗം ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം എന്നാ പറയും. അത് സിംഹത്തിൻ്റെ വായ്, കരടിയുടെ കാല്, പുലിക്ക് സദൃശം എന്നൊക്കെ പറയുന്നു. ആ ജന്തുവിൻ്റെ തലയിൽ 10 കൊമ്പുകൾ മുളച്ചു വരുന്നു. അതിൽ 3 കൊമ്പുകൾ പിഴുതുപോകുന്നു. പുതിയ ഒരു കൊമ്പ് മുളച്ചു വരുന്നു. ആ കൊമ്പ് പറയുന്ന വായും മനുഷ്യൻ്റെ കണ്ണും ഉണ്ട് എന്ന് പറയും. ഇതാണ് 4-ാമത്തെ മൃഗത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഈ മൃഗത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്നുള്ളതാണ്. ഈ 666 എന്നുള്ള പ്രസ്ഥാനം അതിന് 3 ഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കും. 3 ഭാഗമാണ് ഈ 666. ഒന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാന ഭാഗമാണ്. AD 43 മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ച് അത് ദുർബലമായി തീർന്ന ഒരു സമയമുണ്ടായി. ആ സമയത്താണ് 10 കൊമ്പുകൾ മുളച്ചു വരുന്നത്. ഈ റോമൻ്റെ നിലവിലുള്ള അധികാരത്തോട് ബന്ധപ്പെട്ട് 10 രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ബന്ധപ്പെട്ട് ഒരു ഭരണം ആരംഭിച്ചു. അതാണ് 10 കൊമ്പ് മുളച്ചു വന്നു എന്ന് പറയുന്നത്. മറ്റൊരു കൊമ്പ് വമ്പ് പറയുന്ന വായും മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും. അതൊരു 2-ാമത്തെ പ്രസ്ഥാനമാണ്. 3-ാമത്തെ ഒരു പ്രസ്ഥാനം കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ഇതിനെ 3-നെയും നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായം നമ്മൾ സമഗ്രമായി പഠിക്കുമ്പോൾ ഈ 666 എന്ന് പറയുന്ന പ്രസ്ഥാനം എങ്ങനെയാണ് രൂപം കൊണ്ടത്, അതിൻ്റെ അധികാരം എന്താണ്, ആരുടെ മേലാണ് അതിൻ്റെ അധികാരം പ്രയോഗിക്കപ്പെട്ടത്, അത് എന്നുവരെ നിലനിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുന്നു. റോമൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ശക്തി കുറഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന 10 ഭിന്ന രാജ്യങ്ങൾ അതിൻ്റെ ശക്തിയും ക്ഷയിച്ച് അതൊരു മറ്റൊരു പ്രസ്ഥാനത്തിന് വഴിമാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുഴുവൻ മനുഷ്യരാശിയെയും സമാധാനത്തിനു വേണ്ടി ഒരുക്കുവാൻ, മുഴുവൻ മനുഷ്യരാശിയുടെയും ജീവിത ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ ഉടലെടുത്തതായ ഒരു പ്രസ്ഥാനം. ഒന്ന് UN രക്ഷാസമിതി, 2-ാമത് ഐക്യരാഷ്ട്രസഭ. ഇങ്ങനെ 2 പ്രസ്ഥാനങ്ങൾ. അത് ഈ റോമ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ക്രമേണ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും അതിൽ രാഷ്ട്രീയ റോമ ഇല്ലാതെയാകുകയും ആത്മീയ റോമ ശക്തി പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ശക്തി പ്രാപിച്ചപ്പോൾ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടു, ഒരു ആത്മീയ പ്രസ്ഥാനം. അത് വളരെ ശക്തമായി അധികാരത്തിൽ വരുന്നത് AD 325 കുസ്തന്തീനോസിൻ്റെ
സഭാപ്രവേശനത്തോടു കൂടിയാണ്. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ ഭാഗം വിശദീകരിക്കുന്നതൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഈ 3 പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പറയുന്നു. മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഈ 3 പ്രസ്ഥാനങ്ങൾ ചേർന്ന് ഈ 666 എങ്ങനെ രൂപം കൊള്ളുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് വായിച്ചു. വെളിപ്പാട് 13-1 മുതൽ. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ഭൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോക ജനാവലിയെ സംബന്ധിച്ച മുഴുവൻ ലോക ജനാവലിയിൽ നിന്നും രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഇവിടെ പറയുന്ന ഒരു ഭരണം. അത് ഭൂഷണനാമങ്ങൾ അതിനുണ്ട്. അത് സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ആ മൃഗത്തിന് മഹാസർപ്പം അതിൽ തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഈ സമുദ്രത്തിൽ നിന്ന് കയറിയ ആ മൃഗത്തിന് മഹാസർപ്പം തൻ്റെ ശക്തിയും അധികാരവും കൊടുത്തു. ഇവിടെ മഹാസർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഉള്ള റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തെക്കുറിച്ചാണ്. ആ റോമ സാമ്രാജ്യം അതിൻ്റെ ശക്തി UN-നും ഐക്യരാഷ്ട്രസഭയ്ക്കും കൈമാറുന്നു. അങ്ങനെ കൈമാറിയിട്ട് അതിനെ വലിയ അധികാരമുള്ളതാക്കി പ്രസ്താവിക്കുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിൽ ഒന്നും മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ഏത് 10 തലകളല്ലേ? 7 തലയും 10 കൊമ്പുകളും. ഈ 7 തലയിൽ ഒന്ന് മുറിവേറ്റു എന്ന് പറഞ്ഞാൽ ഏതാ? 1917 ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടു. പക്ഷേ 2-ാം ലോക മഹായുദ്ധ ശേഷം അതിൻ്റെ ശക്തി കുറഞ്ഞു. വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റ കാര്യമാണ്. മരണകരമായ മുറിവേറ്റിട്ട് വീണ്ടും എഴുന്നേറ്റു എന്ന് പറയുന്നു. ഇപ്പം മഹാസർപ്പവും ഐക്യരാഷ്ട്രസഭയും ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണകൂടം. പക്ഷേ അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. റോമൻ സാമ്രാജ്യം ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി അധികാരം നൽകിയതുകൊണ്ട് അതിനെ നമസ്കരിക്കുവാൻ ആളുകൾ പ്രേരിതരായിത്തീർന്നു. മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അപ്പം മഹാസർപ്പത്തെ നമസ്കരിക്കുന്നു, മൃഗത്തെയും നമസ്കരിക്കുന്നു. ഇവിടെ ക്രൈസ്തവം എന്ന് പറയുന്ന ഒരു വിഷയമേ ഉദിക്കുന്നില്ല. AD 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഉള്ള ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ
ക്രിസ്തീയം എന്ന് പറയുന്ന ഒരു വിഷയം ഇതിനകത്തില്ല. മുഴുവനും രാഷ്ട്രീയമാണ്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. ഇവിടെ ദാനിയേൽ 7 നമ്മൾ വായിച്ചതുപോലെ വമ്പും ദൂഷണവും സംസാരിക്കുന്നു. ആർക്കെതിരായിട്ടാണ് വമ്പും ദൂഷണവും പറയുന്നത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായിട്ടുള്ള വമ്പും ദൂഷണവുമാണ് പറയുന്നത്. ദൈവവും യേശുക്രിസ്തുവും മനുഷ്യരാശിക്ക് കൈവരുത്തുവാൻ പോകുന്ന നന്മകളെക്കുറിച്ച് ലോകത്തിന് അറിയിക്കാതെ ആ അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ രാഷ്ട്രീയവും മതവുപരമായ ഉപദേശങ്ങളും ഞങ്ങൾ എല്ലാവർക്കും നൽകിക്കൊള്ളാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ കർത്താവ് പറഞ്ഞു, ഒരു ഉപമയിൽ പറയുന്നു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല, ഞങ്ങൾക്കിവിടെ രാജാവുണ്ട്, അതുകൊണ്ട് ദേശത്തിലെ പൗരന്മാരെ അയച്ചു, നീ ഇങ്ങോട്ട് രാജാവായിട്ട് വരണം. ഞങ്ങളിവിടെ ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മതവും രാഷ്ട്രവും ചേർന്ന ഭരണമാണ് ഇവിടെ ഞങ്ങൾ മനുഷ്യരാശിക്ക് അനുഗ്രഹത്തിനു വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ആശയമാണ് വമ്പും ദൂഷണവും പറയുന്നത്. അങ്ങനെ 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരം ലഭിച്ചു. ഈ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ്. AD 1, 2, 3 3.5 നൂറ്റാണ്ട് കാലം ആണ് ഈ പ്രവർത്തനത്തിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ 666 എന്നുള്ള ആ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന സമയം 350 വർഷത്തിന് താഴെയുള്ളൂ. ഇത് അന്ധകാര യുഗങ്ങളെന്ന് അറിയപ്പെടുന്നു. അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത സത്യങ്ങൾ അത് കെട്ടുകഥകളാക്കിക്കൊണ്ട് അനാചാരങ്ങളും ദുരുപദേശങ്ങളും മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റിരിക്കുന്നു. ഇതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ പറയുന്നു, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ കള്ളപ്രവാചകന്മാർ പുറപ്പെട്ടിരിക്കുന്നു. എന്താണ് കള്ളപ്രവചനം? സത്യത്തിന് വിരോധമായി പോഷ്ക് പ്രചരിപ്പിക്കുന്നതാണ് കള്ളപ്രവചനം. അപ്പോൾ 666 ഭാഗമായി മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ എന്ന 3 പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഈ 3 പ്രസ്ഥാനങ്ങളും ചേർന്നാണ് 666. ഇതൊരു പ്രസ്ഥാനത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല. ഈ പ്രസ്ഥാനത്തിനുള്ള പ്രത്യേകത, താഴത്തേക്ക് തുടർന്നുള്ള വാക്യം വായിച്ച് 5 മുതൽ 42 മാസം പ്രവർത്തിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ തുറന്നു. ദൈവദൂഷണത്തിനായി വായ തുറന്ന ഈ പ്രസ്ഥാനം, ഇത് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം രാഷ്ട്രീയ റോമായുടെയും മൃഗത്തിൻ്റെയും സഹായത്തോടെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞു. അതിന് 42 മാസം അധികാരമുള്ളൂ പ്രവർത്തിക്കാൻ.
ദൈവദൂഷണത്തിനായി വായു തുറന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അങ്ങനെ താൽക്കാലികമായി ക്രിസ്തീയ സഭയുടെ മേൽ ഈ പ്രസ്ഥാനത്തിന് ജയമുണ്ടായി. സകല ഗോത്രത്തിലും വംശത്തിലും ഭാഷമേലും ജാതിമേലും അതിന് അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഈ മൂന്ന് പ്രസ്ഥാനങ്ങളെയും നമസ്കരിക്കുന്നത് ആരാണെന്ന് ഇവിടെ പറയുന്നു. യഥാർത്ഥ അപ്പസ്തോലന്മാർ, യഥാർത്ഥ ശിഷ്യന്മാരൊഴികെയുള്ള ലോകജാതികൾ, ക്രൈസ്തവരും അക്രൈസ്തവരുമായ ലോകജാതികൾ ഈ പ്രസ്ഥാനങ്ങളെ നമസ്കരിക്കുകയും ആരാധിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്തു. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം കുറിക്കൊള്ളേണ്ടത് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയെ തിരഞ്ഞെടുക്കുവാനുള്ള കാലമാണ്, അതിനുള്ള വിളിയാണ് എന്നുള്ളതാണ്. ആ സഭയിലേക്ക് പ്രവേശിക്കുന്നവരെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചിട്ടുള്ള 3 മാനുഷിക പ്രസ്ഥാനങ്ങളാണിത്. ഈ മാനുഷിക പ്രസ്ഥാനങ്ങളിൽ ഒന്ന് കപട ആത്മീയ പ്രസ്ഥാനമായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടിമയായി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ആരാ അടിമയാക്കി കൊണ്ടുപോകുന്നു? ദൈവത്തിൻ്റെ ദാസന്മാരെ അടിമയാക്കി ഈ പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോകുന്നു. അവൻ അടിമയായി തന്നെ തീരും. അവനെ വിടുവിപ്പാൻ അവിടെ അവർക്ക് മനസ്സില്ല. അത് അടിമയായിട്ട് തന്നെ കഴിയും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാൾ കൊണ്ട് കൊല്ലുന്നവനാരാ? ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച് അവർ സത്യത്തിൻ്റെ വാളുകൊണ്ട് ദുരുപദേശങ്ങളെ ഇല്ലാതെയാക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ വാൾ കൊണ്ട് കൊല്ലുന്നവരെന്ന് പറഞ്ഞത്. അവർ വാളാൽ മരിക്കേണ്ടി വരും. ക്രൈസ്തവ മത പീഡ ഏത് വിധത്തിലൊക്കെ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാൾ കൊണ്ട് കൊല്ലുക, മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക, മൃഗങ്ങളുടെ തോല് ധരിപ്പിക്കുക, തിളച്ച എണ്ണയിൽ മുക്കി കൊല്ലുക, ഇങ്ങനെയുള്ള നിഷ്കരുണമായ പരിപാടികളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും ആവശ്യമാണ്. ഓടിച്ചെന്ന് ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ 666 എന്ന് പറയുന്നത് നീറോ ചക്രവർത്തിയാണെന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ഒരു ദൈവം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്നാ, അല്ല മുഹമ്മദ് നബി. പിന്നെ ചിലർ പറയുന്നു ഏതോ ചക്രവർത്തിയാണ്, ഇങ്ങനെയുള്ള ഊഹാഭോഗങ്ങളവർ. ചിലർ പറയുന്നു സാത്താൻ്റെ സംഖ്യയാണ് 666. സാത്താന് 666 എന്നുള്ള സംഖ്യയ്ക്ക് മേലെ പദവിയുള്ളവനാണ്. അവൻ ജ്ഞാനസമ്പൂർണനാണ്, അവൻ ആത്മജീവിയാണ് പിശാച്. അതുകൊണ്ട് 666 പിശാചിനെ ആരോപിക്കുന്നതിൽ യാതൊരു യോജിപ്പുമില്ല. അപ്പം അതുകൊണ്ട് അത് നമുക്ക് വിട്ടുകളയാം. ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായി. 13:1 നമ്മൾ വായിച്ച മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നതാണ് എന്നവർ. ഇവിടെ പറയുന്ന മൃഗം
മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നു കണ്ടെന്ന്. ഇത് രണ്ട് ശക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനും അമേരിക്കയും ചേർന്നിട്ടുള്ള ദ്വിലോകശക്തി എന്ന് പറയും. ദ്വിലോകശക്തി, അതാണ് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പ്, രണ്ട് ഭാഗങ്ങൾ. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിക്കും. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ശക്തികളാണ് ബ്രിട്ടനും അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെട്ട ആ ഭരണകൂടം. അത് മഹാസർപ്പം എന്നപോലെ സംസാരിച്ചു. കാരണം അതിനും ചില അധികാരങ്ങളും. മനുഷ്യജാതിയുടെ മേൽ ഈ രണ്ട് ശക്തികൾക്കും ഇന്നും വലിയ സ്വാധീനമുണ്ട്. ലോകത്തിലെവിടെയെങ്കിലും യുദ്ധം നടന്നാൽ അവർ തങ്ങളുടെ സൈന്യങ്ങളെ അയച്ച് അവിടെ സമാധാനം സ്ഥാപിക്കും. അവിടെ വേണ്ടുന്ന സുരക്ഷിത സംവിധാനങ്ങൾ ചെയ്യും. ഇങ്ങനെ ആ പ്രസ്ഥാനം ഇന്ന് അധികാരത്തിൽ നിലകൊള്ളുന്നു. അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഇവർ രണ്ടും പറയുന്നതാണ്. ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ച് അതിൻ്റെ അധികാരം, ആ അധികാരത്തിന് കീഴിൽ ലോകജാതികളും ജനതകളും നിലകൊള്ളണമെന്നാണ് ഇവരും പറയുന്നത്. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭ, UN രക്ഷാസമിതി, ഇതാണ് ഭൂമിയിലെ ദൈവരാജ്യം. അതുകൊണ്ട് ഇനി മറ്റൊരു ദൈവരാജ്യം ഇവിടെ വരേണ്ട ആവശ്യമില്ല. എല്ലാവരും അതിനെ നമസ്കരിച്ചാൽ മതി. അതിൻ്റെ അവകാശവാദങ്ങളെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് തക്കതായ ശിക്ഷയുണ്ടാകും. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അല്പം മുമ്പേ പറഞ്ഞതാണ്. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ബ്രിട്ടനും അമേരിക്കയും ചേർന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ മൃഗമാകുന്ന മറ്റ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ഭൂവാസികൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം നമസ്കരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളണം. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലുള്ള ഇതിൽ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരും ഈ നിയമങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കണമെന്നുള്ളതാണ്. അവിടെയാണ് ഇവിടെ വിഷയം വരുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾക്ക് അടിമപ്പെടാത്ത ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ, യഥാർത്ഥ ക്രിസ്ത്യാനികളെ കൊന്നുകളയുന്ന പ്രസ്ഥാനമാണ് അതാണ് ഇതിൻ്റെ പ്രവർത്തന ലക്ഷ്യം. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും
മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെയുമാക്കും. അപ്പം ഇവിടെ ഈ 3.5 നൂറ്റാണ്ട് വർഷക്കാലം ഇവിടെ സ്വതന്ത്രമായ ജീവിതം ചെയ്യണമെങ്കിൽ ഈ 3 പ്രസ്ഥാനങ്ങൾ ഉൾപ്പെട്ട 666 അടിമയായിരിക്കണമെന്നാണ്. പലരുടെയും വിചാരം ഈ 666 ഇനി വരാനിരിക്കുന്ന കാര്യമാണ്. 666 കാലം കഴിഞ്ഞു. ഇനി 666 കൊണ്ട് ഇവിടെ ആരും ഒന്നും ചെയ്യാനിരിക്കാൻ ഇല്ല. ഇത് 6-ാമത്തെയും 7-ാമത്തെയും ദൂതന്മാർ ഊതുന്ന കാലഘട്ടത്തിലേക്ക് ഇന്ന് ലോകം നീങ്ങിയിരിക്കുകയാണ്. ഈ 3.5 വർഷം 3.5 ദിവസം എന്നൊക്കെ പറയുന്ന കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അന്ന് വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒക്കെ പ്രവർത്തിക്കേണ്ടിയിരുന്നു. കാരണം എന്താ? ദൈവജനങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ദൈവം അനുവദിച്ചു വിട്ട ഒരു പ്രസ്ഥാനമാണ് ഈ 660. അപ്പം ഇതിൽ പറയുന്ന ഈ 3 ഭാഗങ്ങളും ചേർന്നുകൊണ്ട് ദൈവജനത്തെ നീതിയിലേക്ക് നയിക്കുവാനുള്ള ഒരു മുഖാന്തരമായി തീർന്നു. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടു. കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെയുമാക്കി. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. 666 എന്താണെന്ന് മനസ്സിലാക്കാൻ ജ്ഞാനം കൊണ്ട് ആവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വിധത്തിലുള്ള ജ്ഞാനമാണ്? ഇതൊരാളെക്കുറിച്ച് പറയുന്നതെന്ന് പറയാൻ വലിയ ജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അവസാനം എന്നിവയെക്കുറിച്ച് അറിയുന്നതിലാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അപ്പം ഇവിടെ ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കണമെന്നാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 6, 6, 6 എന്ന് പറയുന്ന 666 3 പ്രസ്ഥാനങ്ങൾ ചേർന്നിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ സംഖ്യ അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് പറയാനുള്ള കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു. 6 എന്നുള്ളൊരു മനുഷ്യൻ്റെ സംഖ്യ ഒരു അപൂർണ സംഖ്യയായിട്ടാണ്. അപൂർണനായ മനുഷ്യനെ കുറിക്കുന്നതാണ് 6. ദൈവത്തിൻ്റെ പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 7. 7ലേക്ക് എത്താൻ മനുഷ്യന് പറ്റുന്നില്ല. 6 ഒതുങ്ങി നിൽക്കുകയാണ് മനുഷ്യൻ. അപ്പം ഈ 3 പ്രസ്ഥാനങ്ങളും ചേർന്ന 666 അതൊരു മാനുഷികമായിട്ടേ നിലകൊള്ളുന്നുള്ളൂ. അതിനകത്ത് ആത്മീയതയോ ദൈവത്തിൻ്റെ അംഗീകാരമോ ഉള്ളതല്ല എന്നുള്ളതാണ്. ഒരു മതവും രാഷ്ട്രവും ചേർന്നുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാലം പോയി. ഇന്ന് ജനാധിപത്യത്തിൻ്റെ കാലമാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ന് ഏകാധിപത്യം നിലനിൽക്കുന്നു. ഇന്ന് 666 സംഖ്യയും പറഞ്ഞുകൊണ്ട് വ്യാപാര മേഖലയിൽ ചെന്നാൽ ആരും ആരെയും അംഗീകരിക്കില്ല. മനുഷ്യനിന്ന് വളരെ അറിവിൻ്റെ ഒരു വെളിച്ചം കിട്ടിയിരിക്കുന്ന സമയമാണ്. അത് 1, 2, 3 നൂറ്റാണ്ടുകളിൽ
അന്ധകാര യുഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് മേൽ പ്രയോഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് 666. ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും ചേർന്ന് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിലാണ് ഈ പ്രസ്ഥാനങ്ങൾ വർത്തിക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ വികാരിയസ് ഫിലീഡി എന്നതിൻ്റെ പേര്, ദൈവപുത്രനായ വികാരി. അവിടെ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, ദൈവമെന്നും പൂജാവിഷയമെന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ എന്ന് പറയുന്നു. അതൊരു മൃഗമായിട്ടും ഒരു പാപമനുഷ്യനായിട്ടും പറയുന്നു. ഈ പ്രസ്ഥാനങ്ങൾ മൂന്നും ചേർന്ന് രൂപം കൊള്ളുന്ന 666 അത് ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനമല്ല, അതിന് നാശം സംഭവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനെ നശിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം കൊണ്ടാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. ഇത് മറ്റൊരു വിഷയമായിട്ട് പറയാമെന്ന് വിചാരിക്കുക. അപ്പം മതവും രാഷ്ട്രവും ചേർന്നിട്ടുള്ള ഈ ഭരണകൂടം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാലത്ത് നശിപ്പിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് ഗുണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഈ വികാരീസ് ഫിലീഡി എന്നാണ് അതിൻ്റെ ലാറ്റിൻ പദത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും പ്രത്യേക വിലയുണ്ട്, സംഖ്യാവില. ആ സംഖ്യാവില കൂട്ടി നമുക്ക് ഈ 666 എന്ന് കണ്ടെത്താൻ കഴിയും. ഇതിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം.